എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപോലെ ഇഷ്ടമായ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ നിത്യമുള്ള മൈദപ്പൊടി വെച്ചിട്ടാണ്. അപ്പൊ നോക്കാം എങ്ങനെയാണ് ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നല്ലൊരു 4 മണി പലഹാരം തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. ഇനി നമുക്ക് 4 മണി പലഹാരം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് 2 കപ്പ് അളവില് മൈദപ്പൊടിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ്. പൊടിയിലേക്ക് ആവശ്യമായ ഉപ്പ് ആദ്യമേ ചേർക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ അളവില് പഞ്ചസാര ചേർക്കാം. ഇനി വേണ്ടത് 1 സ്പൂൺ അളവില് എള്ളാണ്. എള്ള് കൂടെ നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ളു ഏലക്കപ്പൊടി കൂടെ ചേർക്കാം. ഇനി വേണ്ടത് കുറച്ച് ഓയിലാണ്. ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് 1 കപ്പ് വെള്ളത്തിൽ നിന്നും കുറച്ച് ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തി കുഴച്ചെടുക്കുന്ന പോലെ നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കുഴച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിനെ ഒരു 4 ഭാഗമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. വീണ്ടും ഈ ഒരു 4 പോർഷനും നമുക്കൊന്നും കൂടെ കുഴച്ചെടുക്കാം. 4 ഭാഗമായിട്ട് ഞാനിവിടെ നമ്മുടെ മാവ് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തിയെടുക്കാനായിട്ട് ഇതുപോലെ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ മേലെയായിട്ട് കുറച്ച് പൊടി ഇതുപോലെ ഒന്ന് തൂവി കൊടുക്കാം. നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള ബോള് ഒന്നും കൂടെ ഈ ഒരു പൊടിയിലിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. പൊടിയിലിട്ട് കൊടുത്ത് ഒന്നും കൂടെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് ചപ്പാത്തി പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പരത്തിയെടുക്കാനും സാധിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിന്റെ മേലെയും കുറച്ച് പൊടി ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അടുത്തതും നമുക്കിതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അങ്ങനെ രണ്ടാമത്തതും ഞാൻ ഇതുപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുത്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. ഇത് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് അടുത്തതും പരത്തിയെടുക്കാം. 3 എണ്ണവും ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അങ്ങനെ 4 ചപ്പാത്തിയും ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൂടെ എടുക്കണം. ഞാനിതുപോലെ പുട്ടുകണിയുടെ മൂടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓരോ ഭാഗത്തു നിന്നും നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 4 പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ അടർത്തിയെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അടർത്തിയെടുക്കാനും സാധിക്കുന്നുണ്ട്. ആദ്യം പരത്തിയെടുത്തിട്ടുള്ളത് നമുക്കിതുപോലെ ഒന്ന് പെറുക്കി മാറ്റാം. ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ പരത്തി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാം ഇവിടെ പരത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ഷേപ്പിലാണ് കേട്ടോ നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിവിടെ 4 എണ്ണം ഒരുപോലെ പരത്തിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തെടുക്കാനും പരത്താനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളിപ്പോൾ ഓരോന്നോ പരത്തി കട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അവസാനം വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ ഞാനിവിടെ കട്ട് ചെയ്യാതെ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടൻ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് 1 കപ്പ് വെള്ളം ആവശ്യമായിട്ട് വന്നില്ല. ഉണ്ടോ, ഇത്രയും തന്നെ ബാക്കി വരും. അപ്പോൾ നോക്കി വേണം വെള്ളം ഒഴിച്ച് പൊടി കുഴച്ചെടുക്കാനായിട്ട്. ഇനി വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വന്നാൽ പിന്നെ നമുക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അങ്ങനെ വെളിച്ചെണ്ണ ഇനി ചൂടായി വരട്ടെ. അങ്ങനെ നമ്മുടെ എണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഓരോന്നും എണ്ണയിലേക്ക് പെറുക്കിയിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. മുകളിലേക്ക് പൊങ്ങി വന്നു കഴിഞ്ഞാൽ അടുത്തത് നമുക്കിതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പൊ മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുള്ളത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നല്ല പപ്പടം കുമളച്ച് വരുന്നത് പോലെയാണ് നമുക്കിവിടെ മുരിഞ്ഞ് കിട്ടിയിട്ടുള്ളത്. 2 ഭാഗവും ഒരുപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ആദ്യം ഇട്ട് കൊടുത്ത പലഹാരം നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വറുത്തെടുത്ത പലഹാരം പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ഫ്ലഫി ആയിട്ട് തന്നെയാണ് നമുക്കിത് വറുത്തെടുക്കാനും സാധിച്ചിട്ടുള്ളത്. മുരിഞ്ഞ് വരുന്നതിനനുസരിച്ച് നമുക്ക് പാത്രത്തിൽ നിന്നും കോരി മാറ്റാം. ഓരോന്നും ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പമാണ് ഇതുപോലെ മുരിയിച്ചെടുക്കാനായിട്ട്. ഒരുപാട് എണ്ണയൊന്നും തന്നെ കുടിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ എല്ലാ പലഹാരങ്ങളും ഞാനിവിടെ മുരിയിച്ചെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിലാണ് നമുക്കിതെല്ലാം മുരിയിച്ചെടുക്കാനും സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. നമ്മുടെ കുഞ്ഞുങ്ങള് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരമാണ്. ഇതുപോലെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് 1 മാസക്കാലത്തോളം കുപ്പികളിൽ അടച്ച് സൂക്ഷിക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുപോലെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.